ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫർഹാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് ട്യൂന ഫിഷ് ഗ്രേവിയുമായിട്ടാണ്. അപ്പോൾ ഈ ട്യൂന കൊണ്ടെങ്ങനെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രേവി ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ട്യൂന ഫിഷ് ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക്, തക്കാളി, വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിവിടെ 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഉള്ളിയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് അടച്ച് വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്ലി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ അരച്ചു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയാണ്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അരിഞ്ഞു വെച്ച തക്കാളിയാണ്. ഞാൻ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇതൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ട്യൂന ഫിഷാണ്. അപ്പോൾ ഇതൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഈ ഫിഷിന് കൂടുതൽ വേവൊന്നും ഇല്ല, ഒരു സോഫ്റ്റായിട്ട് പഞ്ഞി പോലത്തെ ഒരു തരം ഫിഷാണ്. ഇനി ഈ ഗ്രേവിയിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ഫിഷൊക്കെ ഒന്ന് വേവായി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് പുതിനയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ലെമൺ എടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ട്യൂന ഫിഷ് ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.